നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പച്ചക്കറികളിലെ ഒരു പ്രധാന വിഭവമായ വഴുതനങ്ങയാണ് തൊടിയിലെ ചെടിയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പൗരാണിക കാലം മുതൽക്ക് തന്നെ വഴുതനങ്ങ കൃഷി ചെയ്തിരുന്നു. BC 5-ാം നൂറ്റാണ്ടിൽ ചൈനയിലാണ് ആദ്യമായി വഴുതനങ്ങ കൃഷി ചെയ്തത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം യൂറോപ്യൻ സഞ്ചാരികളിലൂടെ അത് പടിഞ്ഞാറ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. ഇന്ന് ഇന്ത്യ, ഈജിപ്ത്, ഇറ്റലി, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ വഴുതനങ്ങ കൂടുതലായി കൃഷി ചെയ്യുന്നത്. സൊളേനേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം സൊളേനം മെലിഞ്ചനം എന്നാണ്. സംസ്കൃതത്തിൽ ബൃഹതി എന്നാണ് ഇതിനെ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ കറികളിലും ചൈനീസ്, ഇറ്റാലിയൻ വിഭവങ്ങളിലും കൂടുതൽ സാലഡുകളിലുമൊക്കെയാണ് വഴുതനങ്ങ ആഹാരമായി ഉപയോഗിക്കാറുള്ളത്. ആഹാരയോഗ്യമായ വഴുതനങ്ങ വേവിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപയോഗിച്ചു വരാറുള്ളത്. ഒരു വാർഷിക വിളയായിട്ടാണ് വഴുതനങ്ങ കൃഷി ചെയ്തു വരാറുള്ളത്. ഒരു 40 മുതൽ 150 സെൻറ്റിമീറ്റർ വരെ നീളത്തിലാണ് വഴുതനങ്ങ വളരാറുള്ളത്. ദന്തുരമായ അരികളോട് കൂടിയ ഇതിൻ്റെ ഇല 7 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുമാണ് ഉള്ളത്. ഇതിൻ്റെ പൂക്കൾ വെളുത്തതോ പർപ്പിൾ നിറത്തിലോ ആണ് കാണാൻ സാധിക്കുക. ഇതിൻ്റെ ഫലം നമുക്ക് ഏവർക്കും അറിയാവുന്ന വഴുതനങ്ങ അഥവാ കത്തിരിക്കയാണ്. വൈവിധ്യമാർന്ന നിറങ്ങളിലും രൂപത്തിലും ആകൃതിയിലുമൊക്കെ വഴുതനങ്ങ ഇന്ന് കാണാറുണ്ട്. പ്രധാനമായും 2 തരത്തിലാണുള്ളത്. വെണ്ണയിൽ പച്ച കലർന്ന നിറത്തിലും വയലറ്റ് നിറത്തിലുമാണ് ഇതിൻ്റെ പഴം കാണാറുള്ളത്. തിളങ്ങുന്ന ഉപരിതലത്തോടു കൂടിയിട്ടുള്ള വഴുതനങ്ങ വളരെ മിനുസമാർന്നതാണ്. ഇതിൻ്റെ ഉള്ളിലെ കാമ്പിന് ക്രീം നിറമാണുള്ളത്. അതിൽ നിറയെ ചെറിയ കട്ടി കുറഞ്ഞ വിത്തുകൾ ക്രമീകരിച്ചിരിക്കുന്നു. വഴുതനയിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ, കാർബോഹൈഡ്രേറ്റ് എന്നിവ പ്രമേഹ രോഗികളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാനും അതുമൂലം ഗ്ലൂക്കോസിനെ ക്രമീകരിക്കുവാനുമുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികളുടെ ഒരു ഉത്തമമായ ആഹാരമാണ് വഴുതനങ്ങ. ഇതിലടങ്ങിയിട്ടുള്ള ഫൈറ്റോ ന്യൂട്രിയൻറ്റ്, വൈറ്റമിൻ B3, B6, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ ഘടകങ്ങൾ രക്തചംക്രമണത്തെ ത്വരിതപ്പെടുത്തുവാനും അതുമൂലം ഹൃദയാഘാതത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാനും സഹായിക്കും. വഴുതനങ്ങ തലച്ചോറിലെ ഞരമ്പുകളുടെ പ്രവർത്തനത്തെ സജീവമാക്കി അതുമൂലം ഓർമ്മശക്തിയെ ബലപ്പെടുത്തുവാനും ടെൻഷൻ ഇല്ലാതാക്കുവാനുമുള്ള കഴിവുണ്ട്. വഴുതനങ്ങ ദഹനശക്തിയെ വർദ്ധിപ്പിക്കുവാനുള്ള ഉത്തമ ഔഷധമാണ്. ഇതിലടങ്ങിയിട്ടുള്ള ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റ് എന്നിവ ആമാശയത്തിലെ വീക്കം, കുടലിലെ പുണ്ണ്, വയറുവേദന എന്നിവയെ ശമിപ്പിക്കും. വൈറ്റമിൻ ഡിയുടെ കലവറയായ വഴുതനങ്ങ ബാക്ടീരിയയും ഫംഗസിനെയും ചെറുക്കുവാനുള്ള കഴിവുണ്ട്. ജലം ധാരാളമായി അടങ്ങിയതും കലോറി കുറഞ്ഞതുമായ വഴുതനങ്ങ ശരീരഭാരത്തെ കുറയ്ക്കുന്നു. വേര്, ഇല, ഫലം എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ വഴുതനങ്ങ ബൃഹതി എന്നാണ് ഈ പേര് വരിക. വഴുതനങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഈ വയറിലുണ്ടാകുന്ന അസുഖത്തിനാണ്. കുടൽപുണ്ണ്, ഈ ഗ്യാസ്, ദഹിക്കായ പ്രയാസം, ശോധനക്കുറവ്, ഈ മൂലക്കുരു, ഇതിനൊക്കെ ഈ ദിവസേന ഈ വഴുതനങ്ങ ഉപ്പേരി വെച്ചിട്ടോ അല്ലെങ്കിൽ കൂട്ടാൻ വെച്ചോ കഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഇത് മൂത്രം ഒഴിഞ്ഞു പോകാനും മൂത്ര വികാരങ്ങൾക്കും ഇത് നല്ലതാണ്. വേറൊരു ഗുണം ഈ ശുക്ല വിരേചനമാണ്, ഈ ശുക്ലവർദ്ധനമാണ്, ശുക്ല വിരേചനമാണ്. അതായത് ലൈംഗികമായ ചില പ്രശ്നങ്ങൾക്ക് ഇത് ഉണക്കി പൊടിച്ച് പാലിൽ കലക്കി കൊടുക്കാറുണ്ട്. ഈ നമ്മുടെ ഇവിടെ അടുത്ത് ഈ എരിഞ്ഞാലക്കുട ഈ വഴുതനങ്ങ കൊണ്ടൊരു ഉപ്പേരി ഒരു മുക്കുടി പ്രസാദമായിട്ട് കൊടുക്കും. അത് പണ്ട് അവിടെ ഈ വേദം പഠിക്കുന്ന ആൾക്കാർ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ വയറിന് ഗ്യാസ്, സ്തംഭനം വരും, മൂത്ര തടസ്സം ഉണ്ടാകും. അതിന് പ്രതിവിധിയായിട്ട് കൊടുത്ത ഒരു ഔഷധമാണിത്. അതുകൊണ്ടാണ് ഈ
വഴുതനങ്ങയുടെ ഉപയോഗം വയറിനും മൂത്രജമായ വികാരങ്ങളുമാണ്. പക്ഷേ ഇത് എല്ലാ ദിവസവും ഇത് കഴിക്കാതെ മാത്രമല്ല ഇതിന് ഈ തലച്ചോറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നൊരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഈ വഴുതനങ്ങ അധികം കഴിക്കരുത്. ഒരു ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. Ah